ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നിപ്പോൾ സെക്കൻഡ് സാറ്റർഡേ ആണ്, ജോലിയൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചെടികളൊക്കെ കുറിച്ച് നോക്കലത്തിൽ കുറവാണ്. അപ്പോൾ ഇന്ന് ചെടികൾ നോക്കി ഇവിടെ ആദ്യത്തെ എൻ്റെ വീഡിയോസ് കണ്ടാലറിയാം, ഈ ഒരു പാത്ത് ഹൗസ് ഉണ്ടല്ലോ, അതായത് ഈ മണി പ്ലാന്റ് വളരെ ലഷായിട്ട് നിന്ന് ഇലയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിലൊന്നുമില്ല. മീനാണെങ്കിൽ ഒന്നും തന്നെ ഇല്ല കുറച്ച്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ പോകും. അപ്പോൾ ഇതിലിപ്പോൾ ഒന്നും ചെയ്യുന്നത്, ഇതിപ്പോൾ ഞാൻ പ്രോൺ ചെയ്ത് നല്ല രീതിയിൽ നിർത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ എന്താണെന്നറിയാമോ, ഇതൊരു സെല്ലോ ടേപ്പും ഒരു സിസർ എടുത്തിട്ടുണ്ട്. ഇതെടുത്തിട്ട് സിസേഴ്സ് എടുത്തിട്ട് ഞാൻ എവിടേക്ക് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ 3rd ഫ്ലോറിലേക്ക് പോവാണ്. 3rd ഫ്ലോറിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിവിടെ നിങ്ങൾക്ക് കാണാം. മുകളിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ ചെടികളുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ചെടികളുണ്ട്. ഇതും മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റ് ഇവിടെ ഞാനിങ്ങനെ പടർത്തി ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മണി പ്ലാന്റ് ഇവിടെ ഇങ്ങനെ പടർന്നുണ്ടായിരുന്നായിരുന്നു. പക്ഷെ അത് ഇവിടെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്, നിലത്തോട്ട് വീണു. ഇതൊക്കെ ഉണ്ട് അവിടെ, അത് വീണ് ഇങ്ങനെ നിലത്ത് വന്ന് കിടക്കണം. അപ്പോൾ അതിനൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്യണം. ഇതിൻ്റെ കട എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഒരു ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ആ ചട്ടി കൂടെ ഇത് വരും. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്നത് ടർട്ടിൽ വൈനാണ്. ടർട്ടിൽ വൈൻ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് നല്ല ഇതിൽ ലഷായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ മണി പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ 2 കാര്യമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഇങ്ങനൊരു ചെടിയുണ്ട് ഇവിടെ. ഈ ചെടി ഒരുപാട് നാളായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ നിന്നുള്ള താഴോട്ട് ഇങ്ങനെ വീണ് കിടക്കണം എന്നുള്ള രീതിയിൽ. ഇത് 3rd ഫ്ലോറിൽ നിന്ന് 2nd ഫ്ലോറിലോട്ട് ഇങ്ങനെ താഴ്ന്ന് കിടക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത്. പതുക്കെ വളരുന്ന ചെടിയൊന്നുമല്ല, പെട്ടെന്ന് വളരും. ഇതിന് ഇലയൊക്കെ പെട്ടെന്ന് വരുന്നതാണ്. പക്ഷെ നമ്മളതിന് അനുസരിച്ചിട്ട് വെള്ളമൊക്കെ നല്ലപോലെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ അന്നിങ്ങനെ കിടക്കുന്നതാണ്. എനിക്കിത് അടിയിലോട്ട് ഇറങ്ങുമ്പോഴൊക്കെ നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് തൊട്ട് ഇങ്ങനെ ഇറങ്ങാം. തുള്ളിക്ക് എടുക്കുന്നതാണ്. ഇവിടെയൊക്കെ ഇലകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓഫീസിൽ ടൈമിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ ഇപ്പോൾ കുറേ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയത്. നല്ല പച്ചന്ന് നിന്നത്. ഇനി കുറച്ച് ശ്രദ്ധിക്കാം. അപ്പം അതിന് മുകളിൽ കണ്ടില്ല ഒരെണ്ണം ഇങ്ങനെ മുകളിലേക്ക് വളർന്നു പോകുന്നുണ്ട്. അതേപോലെ മുകളിൽ വളർന്നിട്ടുള്ള ഒരെണ്ണമാണ് ഈ കാണുന്നത്. ആണോ, ഇത് ഇത്രയും നീണ്ടുപോയിട്ട് എൻ്റെ അറ്റത്ത് കണ്ട കുറേ ഇലകൾ. ഇതിൽ നിന്ന് നമ്മൾ ഇങ്ങനെയാണ് കയറിയിട്ട് ഇതിപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പം 3rd ഫ്ലോറിലേക്ക് കയറി കഴിഞ്ഞാൽ എൻ്റെ അടിയിലേക്ക് ശരിക്കും കാണാൻ പറ്റും. ഇതാണ് ചട്ടി ഇവിടെ വെച്ചിട്ട് ഇതിങ്ങനെ വന്ന് കിടക്കാണ്. ഇവിടെ നിന്ന് നോക്കാൻ നല്ല ഭംഗിയാണ്. താഴോട്ട് ഇങ്ങനെ കിടക്കാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ തന്നെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് കുറേ വർഷമായിട്ട്, ഒരു 4-5 വർഷമായിട്ട് ഈ ഒരു ചെടി ഇവിടെ ഉണ്ട്. ഞാൻ കിടക്കാം. ഇതാണ് കേട്ടോ പുതിയ അതിൻ്റെ ഒരു കൊമ്പ് മുകളായിട്ടുണ്ടാകും. ഇനി ഏറ്റവും മുകളിൽ ടച്ച് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് നിലത്തോട്ട് വീഴും. അതേപോലെ തന്നെയാണ് ഇതുപോലെ ഉണ്ടായതാണ്. അത് ഉണ്ടായിട്ട് ഇതുപോലെ വളർന്നിട്ട് പിന്നെ ഇത്രയും വളർന്നതിന് ശേഷമാണ് ഇവിടെ അതിൻ്റെ അറ്റത്തായിട്ട് ഒരുപാട് ഇലകളുണ്ട്. അപ്പം ഞാനതിങ്ങനെ ഈ ഹാൻഡിൽ ഇങ്ങനെ വളച്ചിട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതൊന്നും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഒരു പാത്തോസ് ഒന്ന് സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി ഇവിടെ ഒന്ന് ഭംഗിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കണം. കണ്ടോ, നമ്മളിങ്ങനെ വെച്ച് ഒട്ടിക്കണം. അപ്പം എന്നത് ഒരാൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ സഹായിക്കാനായിട്ട് നീഹാർ വന്നു. നീഹാർ ഇതിൻ്റെ കൊമ്പൊക്കെ ഒന്ന് പിടിച്ചു തരും. നീഹാർ ഇതിൻ്റെ കൊമ്പൊക്കെ പിടിച്ചിങ്ങനെ തരും അച്ഛനോട് ഒട്ടിക്കാനായിട്ട്, അല്ലേ? എവിടെ വെയില്? ഏറ്റവും മുകളിൽ വെയിലുണ്ട്. പക്ഷെ ഇപ്പൊ പോകണ്ട, വഴുക്കല.
അവിടെ ചെടികൾ കണ്ടത് അത് തിരിയണ്ടടാ വീഴും. അച്ഛാ അതൊന്ന് ശരിയാക്കട്ടെ. കേറ് അങ്ങോട്ട് കേറ്. അത് വഴിക്ക് വരരുത്. അച്ഛൻ ശരിയാക്കണം.